ഇന്ന് ഡൊമിനാർ 400-ൻ്റെ ബാക്കിലെ ഇൻഡിക്കേറ്റർ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത്. ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ. ഇത് എൻ്റെ ഒടിഞ്ഞു പോയതാണ്. ഞാൻ ഇത് അഴിച്ച് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള നട്ടും സ്ക്രൂവും എല്ലാം റിമൂവ് ചെയ്ത് നമ്പർ പ്ലേറ്റും മാറ്റുമ്പോഴത്തേക്കും നമുക്ക് അടിയിൽ നിന്നൊരു പാനൽ ഊരി മാറ്റുന്ന ഒരു പീസ് കിട്ടും. അതിനുശേഷം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആ ഭാഗം. നമ്മളിതുവഴി പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ വയർ ഇതുവഴി കയറ്റി പുറകെ കൂടെ ഇറക്കണം. അതിന് ആദ്യം ചെയ്യേണ്ട ഇതാണ്. എന്നിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ആ ത്രെഡ് പിന്നെ ആ മഡ് ഗാർഡിൻ്റെ ഹോളിൽ കൂടി കറക്റ്റായിട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ആദ്യം നമ്മൾ വയറിൻ്റെ ഭാഗം കയറ്റി വിട്ടിട്ട് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് 2 നട്ട് വരുന്നുണ്ട്, ഒരു ത്രെഡും 2 വാഷറുമായിട്ട് കാണിക്കാം. ഇതാണ്. ഇത് ഈ വയറിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി ത്രെഡ് മുറുക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ അഴിച്ച് പിന്നെയും ചെയ്യേണ്ടി വരും. ആദ്യം 2 വാഷർ കയറ്റി വിട്ട ശേഷം ആ ത്രെഡിൻ്റെ പോർഷൻ കയറ്റണം. ആദ്യം വാഷറാണ് കയറ്റേണ്ടത്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് മുറുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ നല്ല ടൈറ്റ്, അധികം ഓവർ ടൈറ്റ് ചെയ്യല്ലേ. ചെയ്ത് കഴിഞ്ഞാൽ മഡ് ഗാർഡിൻ്റെ സൈഡ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു മിനിമം ഫോഴ്സ് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെയ്ത ശേഷം നമ്മൾ ആദ്യം കൈ കൊണ്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റായപ്പോൾ നമ്മൾ പിന്നെ ഈ ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. അധികം ടൈറ്റ് ചെയ്യില്ല, അതിനാവശ്യമായ ഒരു ഫോഴ്സ് നമ്മൾ ടൈറ്റ് ചെയ്യണം. അധികം ടൈറ്റ് ചെയ്യാൻ പാടില്ല, കാരണം പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ്. നമ്മളത് ടൈറ്റ് ചെയ്ത ശേഷം അതിൻ്റെ അവിടെ ഒരു ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പിൻ്റെ മണ്ടയിൽ കൂടെ ഈ വയർ കയറ്റി വിടണം. താഴെ കൂടെ അല്ല, ആ ക്ലാമ്പിൻ്റെ ഇരുമ്പിൻ്റെ ക്ലാമ്പിൻ്റെ മണ്ടയ്ക്കൂടെ ആ സൈഡിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സൈഡ് വയറിങ് നോക്കി നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത് വഴിയാണ് വിടേണ്ടതെന്നൊക്കെ ഏകദേശം. എന്നിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് വലിച്ച് ശരിയാക്കിയ ശേഷം ഈ വയറിൻ്റെ ആ പ്ലഗിൻ്റെ പോർഷൻ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ കണ്ടോ, ഒരു ഹോളിൽ കൂടെ കയറ്റി അത് മണ്ടയ്ക്ക് ആ സീറ്റിൻ്റെ അടിയിലായിട്ട് വരുന്ന രീതിയിൽ വിടണം. അവിടെയാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാറുള്ളത്. ആദ്യം ആ ഹോളിൻ്റെ കൂടെ നമ്മൾ കയറ്റാൻ നോക്കണം. ആ ഹോളിൻ്റെ അവിടെ ആയിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു പോർഷനാണ് വരുന്നത്. ആ റബ്ബറിൽ കൂടെ ഇച്ചിരി പാടാണ് വലിച്ചു വരാൻ നോക്കണം. അതിൻ്റെ പ്ലഗിൻ്റെ ഇതൊന്നും സോൾഡറിങ് ഒന്നും വലിഞ്ഞു പോകല്ല. അതുപോലെ തെള്ളി കയറ്റിയിട്ട് ഈ സോക്കറ്റിൻ്റെ അകത്ത്, ഈ ഗ്രീൻ സോക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ഓൺ ആയിരിക്കുകയാണ്.